3 വർഷം ഞാൻ ഗൾഫിൽ ഒരു ഇന്റീരിയർ ഡിസൈനറായിട്ട് ഒരു മോഡുലാർ കിച്ചൺ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു മോഡുലാർ കിച്ചൺ കമ്പനി എന്തുകൊണ്ട് നമുക്ക് നാട്ടിൽ തുടങ്ങിക്കൂടാന്നുള്ളൊരു തോട്ട് വന്നത്. അങ്ങനെ നാട്ടിലെത്തി ഇവിടെ അതിനൊരു സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റി പഠിച്ചു. അങ്ങനെ അന്നൊരു ഗുജറാത്ത് ബേസ്ഡ് കമ്പനീൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു കിച്ചൺ ഡിസൈൻസ് എന്നുള്ള പേരിലാണ് ഒരു മോഡുലാർ കിച്ചൺ കമ്പനി അന്നൊരു ചെറിയൊറ്റ റൂമിലാണ് നമ്മൾ ഒരു ഷട്ടർ റൂമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് ഫുൾ ഇൻറ്റീരിയർ വർക്ക് എടുക്കുന്ന ഒരു ലെവലിലേക്ക് അത് മാറി. അതായത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു മോഡുലാർ കിച്ചൺ എന്ന് മാത്രം പറയുമ്പോൾ ആളുകൾക്ക് അതിനോട് അത്ര ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ ഒരു മോഡുലാർ കിച്ചണ് വേണ്ടിയിട്ടൊരു ഹ്യൂജ് എമൗണ്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ പുതിയ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഗൾഫിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ പറയുമ്പോൾ അതൊന്നും ഫണ്ടിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് അതൊന്നും അവർക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് അത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫുൾ ഇൻറ്റീരിയർ എന്നുള്ളതിലേക്ക് മാറി. അത് ഫാക്ടറി മെയ്ഡ് എന്നുള്ളതിൽ നിന്നും പിന്നെയും നമ്മൾ അവിടെ സൈറ്റിൽ വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ അതൊരു 2-3 വർഷം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ എനിക്കൊന്ന് കമ്പനി സിസ്റ്റ് ആക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും. എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ അവിടെ ഒരു നല്ലൊരു സിസ്റ്റമുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ സൈറ്റിലിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പ്രോബ്ലംസുകൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഓടുകയാണ്. ഒരു പ്രോബ്ലം തീരുമ്പോൾ അടുത്ത പ്രോബ്ലം ആയിരിക്കും. അത് വർക്കേഴ്സ് അവർ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കും. ചിലപ്പം കറക്റ്റായിട്ടുള്ള നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൊട്ടേഷനും എഗ്രിമെൻറ്റും ഇല്ലാത്തതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ആയാലും വേണ്ടില്ല നമുക്കൊരു സിസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി വേണം എന്നുള്ള തോട്ട് എന്നും ഉണ്ടാവും. അങ്ങനെ അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഗസ്പാച്ചോ എന്നുള്ള ഈ ഒരു കമ്പനിയിലേക്ക് ഒരു മോഡുലാർ കിച്ചൺ എന്നുള്ളൊരു സെഗ്മെൻറ്റ് മാത്രം പിന്നീട് അതിലേക്ക് തന്നെ, മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിൽ തന്നെയാണ്, പക്ഷെ പിന്നീട് അതിലേക്ക് തന്നെ തിരിച്ചു വന്നു. അന്ന് നമ്മൾ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളതും കൂടി ചെയ്തു ഫുള്ളായിട്ടുള്ളൊരു ഇതിലേക്ക് പോയിരുന്നിടത്ത് നമ്മൾ അത് മാത്രം ഇനി ആ സെഗ്മെൻറ്റ് മാത്രം തിരഞ്ഞെടുത്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ശ്രമിച്ചു.